Hi everyone, welcome back to Cogent English. എൻ്റെ പേര് ഗിരീഷ്. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നത് UP സ്കൂൾ അസിസ്റ്റൻറ്റിനാണ് ഇംഗ്ലീഷ് ഉള്ളത് എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കേസാണ്. കാരണം UP സ്കൂൾ അസിസ്റ്റൻ്റ് ഡേറ്റും ഡീറ്റെയിൽഡ് സിലബസും ഓൾറെഡി ഡിക്ലെയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ട് എൻ്റെ ഐക്കാർഡിൽ കാണാം. അതിൽ വളരെ വിശദമായിട്ട് ടെൻസിനെ കുറിച്ചും റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നിർബന്ധമായിട്ടും ഓരോ ചോദ്യത്തിന് 3 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് 1 ആ വീഡിയോ കാണുക. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നത് 2ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ഇംഗ്ലീഷിൻ്റെ 2ാമത്തെ എപ്പിസോഡ്. വളരെ ചെറിയ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അധികം ഞാൻ പറയുന്നില്ല. ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്നൊക്കെ വിളിക്കുന്ന ഈഫ് ക്ലോസിനെ കുറിച്ച്. ഓക്കെ, നമുക്ക് സാധാരണ ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ എല്ലാ ഭാഷയിലും വളരെയധികം നമ്മളൊരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ അല്ലേ, ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ദ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇത്തരം നമ്മൾ പറയാറില്ല. ഇതൊരു എക്സാമ്പിളാണ്. ഇതൊരു എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിൽ നമുക്ക് കണ്ടീഷണൽ ക്ലോസിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എൻ്റെ ആദ്യത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1, അതായത് വേർബിൻ്റെ ആദ്യ രൂപം വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് പോസിബിൾ കണ്ടീഷൻ. ഓക്കെ, പോസിബിൾ, ദാറ്റ് അത് നടക്കാൻ സാധ്യത, നടക്കുന്ന കാര്യമാണ്. അത് ആ വ്യവസ്ഥ നിങ്ങളങ്ങനെ, ഇഫ് യു ഹെൽപ്പ് മീ ഐ വിൽ ഹെൽപ്പ് യു, ഇഫ് യു ഹെൽപ്പ് മീ ഐ വിൽ ഹെൽപ്പ് യു, അത് പോസിബിലിറ്റിയാണ്, നടക്കാൻ സാധ്യത, പോസിബിൾ കണ്ടീഷനാണ്, പോസിബിൾ കണ്ടീഷൻ. ഈഫ് ക്ലോസിൻ്റെ മെയിൻ ക്ലോസ് എങ്ങനെ ആയിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് എനി അതർ ഓക്സിലിയറി ഓർ മോഡൽ വേർബ്സ് ലൈക്ക് മേ, ക്യാൻ, വിൽ, ഷാൾ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. പിന്നെ അതിനുശേഷം V1 തന്നെ ചേർക്കുക, ബേസ് ഫോം തന്നെ ചേർക്കുക. ആദ്യത്തെ പോസിബിൾ കണ്ടീഷനാണ്. പോസിബിൾ കണ്ടീഷനിൽ എപ്പോഴും സബ്ജക്റ്റ് പ്ലസ് V1 ആണ് വരിക. ഇഫ് യു സ്റ്റഡി. ഓക്കെ, ഈഫ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഈഫ് ആദ്യം ചേർക്കണം. ഈഫ് ആദ്യം ചേർത്തതിന് ശേഷം പിന്നെ സബ്ജക്റ്റ്, പിന്നെ V1. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1, അതായത് വേർബിൻ്റെ അടിസ്ഥാന രൂപം തന്നെ. വേറെ നമ്മളൊന്നും ചിന്തിക്കേണ്ട, പാസ്റ്റ് ഫോമോ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇതാണ് ഈഫ് ക്ലോസ്. ഇനി അതിൻ്റെ മെയിൻ ക്ലോസിൽ വരുമ്പോൾ എന്തായിരിക്കും? നമ്മൾ നേരെ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് എടുക്കുന്നു, പിന്നെ മറ്റുള്ള മോഡൽ വേർബ്സ് ആയിട്ടുള്ള നമുക്ക് വിൽ എടുക്കാം, ഷാൾ എടുക്കാം, ക്യാൻ എടുക്കാം. അത് സെൻറ്റൻസിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഈഫ് ക്ലോസ് എങ്ങനെയാണോ ഫ്രെയിം ചെയ്തത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോപ്പറായിട്ടുള്ള മോഡൽ വേർബ്സ് ഉപയോഗിക്കുക. അങ്ങനെ നമുക്ക് 2ാമത്തെ കണ്ടീഷനിലേക്ക് പോകാം. 2ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രോബബിൾ കണ്ടീഷൻ. അതായത് നമുക്ക് ഈവൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വെറും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുന്നവർ ഈഫ് ക്ലോസ് ഉപയോഗിക്കാത്തത് വളരെ കുറവാണ്. നമ്മൾ ഏത് സിറ്റുവേഷനിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്, സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഈഫ് ക്ലോസ്. ഈ ഇംപ്രോബബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. കാരണം ഒരു വിദ്യാർത്ഥി, ഓക്കെ, ആ വിദ്യാർത്ഥി നല്ലവണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷേ ആ ഒരു എക്സാമിന്, അത് പ്രത്യേക ഒരു എക്സാമിന്, അതായത് ഒരു എക്സാമിന് കുട്ടിക്ക് പഠിക്കാൻ പറ്റിയില്ല, മറ്റു പേഴ്സണൽ കാര്യം കൊണ്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടി ആ എക്സാമിന് തോറ്റു, ആ സബ്ജക്റ്റിൽ തോറ്റു. അപ്പോൾ അധ്യാപകൻ പറയുകയാണ്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സാകുമായിരുന്നു. ഒരു പ്രവൃത്തി നീ ചെയ്തിരുന്നെങ്കിൽ നീ അതിൽ വിജയിക്കുമായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനില്ലേ. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ് ആണ് സെക്കൻഡ് 1 ഈഫ് ക്ലോസ് വരുന്നത്, ഇംപ്രോബബിൾ ക്ലോസ്. അവിടെ ഞാൻ ശ്രദ്ധിച്ചോ, ഇഫ് യു സ്റ്റഡീഡ്, ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സ്റ്റഡീഡ്, V2 വേർബ് ഫോം, അത് പാസ്റ്റ് ഫോം ആണ്, വേർബിൻ്റെ 2ാമത്തെ രൂപമാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഓക്കെ, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ, വുഡ്. അപ്പം നമ്മൾ ആദ്യത്തെ പോസിബിൾ കണ്ടീഷനിൽ നമ്മൾ നേരെ വില്ലായിരുന്നു ഉപയോഗിച്ചിരുന്നത്, ഇവിടെ നേരെ വുഡായി മാറി. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇംപ്രോബബിൾ കണ്ടീഷൻ, അതായത് ഒരു പ്രവൃത്തി അത് നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു, നമ്മളത് ചെയ്തിരുന്നെങ്കിൽ, അത് നന്നാകുമായിരുന്നു, നീ അത് വിജയിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 വേർബ് 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വുഡ്,
വുഡ് എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കുഡ് ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. മൈറ്റ് മേയുടെ പാസ്റ്റ് ടെൻസ് ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് അവസാനത്തെ ക്ലോസ് ആണ്. അവസാനത്തെ ഈഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇംപോസിബിൾ കണ്ടീഷൻ. ഇംപോസിബിൾ. ഓക്കെ, ഇംപോസിബിൾ എന്നാൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. നമ്മൾ ഇങ്ങനെ വിലപിക്കും അല്ലേ, നമുക്ക് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ I would have passed the examination. Okay, if I had studied well I would have passed the examination. So നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്ട്രക്ചർ ശ്രദ്ധിച്ചോ? ഇവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് നമ്മുടെ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുന്നത്. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വേർബിൻ്റെ മൂന്നാമത്തെ രൂപം. അതിനെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ കൺഫ്യൂഷൻ വരുത്തേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നോക്കുക. ഇംപോസിബിൾ വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിക്കുക. ഇംപോസിബിൾ ടാസ്കിൽ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചറാണ് വരിക, ഈഫ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ ക്ലോസ് വരുമ്പോൾ നമ്മൾ വരുന്ന സബ്ജക്റ്റ് പ്ലസ് സെയിം നമ്മുടെ വില്ലിൻ്റെയും മേയുടെയും ക്യാൻ്റെയൊക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള അത് യൂസ് ചെയ്യുക. അതിനുശേഷം ഹാവ് യൂസ് ചെയ്യണം. വുഡ് ഹാവ് പാസ്റ്റ്. ഓക്കെ, വുഡ് ഹാവ് പാസ്റ്റ് അവിടെയും പിന്നെയും V3 ആണ് ഉപയോഗിക്കുന്നത്. മെയിൻ ക്ലോസിൽ ഇതിൻ്റെ മെയിൻ ക്ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ മൈറ്റ് കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇത്രയുമാണ്. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമുക്ക് ഈഫ് ക്ലോസിൽ 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന് പോസിബിൾ, അതിൽ നമ്മൾ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ആണ് ഓക്കെ ഈഫ് ക്ലോസിൽ വരുന്നത്. അതിൻ്റെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം സബ്ജക്റ്റ് പ്ലസ് വിൽ മേ, പിന്നെന്ത് നമുക്ക് മറ്റുള്ള മോഡൽ വേർബ്സ് എന്നാണ്. അതിന് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മീനിങ് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു മോഡൽ വേർബ്സിന് ശേഷം V1 ആണ് ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തത് നമുക്ക് അറിയാം വാട്ട് ഈസ് ഇംപ്രോബബിൾ. നടക്കാൻ സാധ്യതയുള്ളതാണ്, അത് നടക്കും. ഓക്കെ, പക്ഷെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ അത്തരത്തിൽ സിറ്റുവേഷൻ പറയുമല്ലോ. അവിടെ നമ്മൾ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 വേർബ് 2 ആണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ നേരെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ അവിടെ സബ്ജക്റ്റും പിന്നെ നമ്മുടെ മോഡൽ വേർബ്സിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവസാനത്തേക്ക് വരുമ്പോൾ ഇംപോസിബിൾ ഒരിക്കലും നടക്കാത്ത കാര്യത്തിൽ ഇവിടെ ചെറുതായിട്ടും ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് ശ്രദ്ധിക്കണം. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് ഈഫ് ക്ലോസിൽ വരിക. മെയിൻ ക്ലോസിലും വ്യത്യാസമുണ്ട്, നിങ്ങൾക്കറിയാം. എന്താണ് സബ്ജക്റ്റ് പ്ലസ് എന്താണോ നമ്മുടെ മോഡൽ ഓക്സിലറി ലൈക്ക് വുഡ് മൈറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അത് എഴുതുക. അതുപോലെ തന്നെ ഹാവ് കമ്പൽസറി ആണ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.